മനുഷ്യന്റെ ജീവിതത്തിന്റെ അർത്ഥതലങ്ങളെ ആവാഹിച്ചെടുത്ത് നെഞ്ചകത്തേറ്റി ഇനിയുള്ള കാലം, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന്റെ കാലം നല്ല ഭർത്താവായി, നല്ല മകനായി, നല്ല മരുമകനായി, നല്ല പിതാമകനായി, നല്ല അയൽവാസിയായി, നല്ല കച്ചവടക്കാരനായി, നല്ല രാജ്യതന്ത്രജ്ഞനായി, നല്ല ഒരു കമാൻഡറായി, നല്ല ഒരു ഭരണാധികാരിയായി ജീവിതത്തിൽ മുഴുവനും മാതൃക കാണിച്ച റസൂലുള്ളാഹിക്ക് തുല്യം വെക്കാൻ ഇല്ലടോ നിങ്ങളുടെ കയ്യിൽ ഒരു നേതാവും? ഒരു കാർൽ മാർക്സ് ഇല്ല, ഒരു ലെനിൻ ഇല്ല, ഒരു അലക്സാണ്ടർ ഇല്ല, ഒരു മഹാത്മാഗാന്ധി ഇല്ല, ഒരു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇല്ല, ഒരു ബട്ടൺ റസലും ഇല്ല, ഒരു ശാസ്ത്രകാരനുമില്ല. ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, ചരിത്രത്തിൽ ജീവിച്ച മഹാരഥനായ പ്രവാചക ചക്രവർത്തി ജീവിതത്തെ മനുഷ്യരുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരെ പോലെ, ഒരു അപരിചിതരെ പോലെ ജീവിക്കേണ്ടവരാണ് നിങ്ങൾ. The traveler learns that about the road, wind up hill all the way from beginning to end. ജീവിതത്തിന്റെ അന്തിമഘട്ടത്തിൽ ഒരു പാതയും മനുഷ്യനെത്തിപ്പെടാൻ ഒരു സ്വർഗീയമായ ജീവിതം, നന്മയുടെ പ്രതിഫലം, തിന്മയുടെ തിക്താനുഭവങ്ങൾ, നന്മയുടെ രക്ഷ, തിന്മയുടെ ശിക്ഷ, ഇത് രണ്ടും ലഭിക്കുന്ന ഒരു ലോകം, യൗവനത്തെ കണക്കാക്കുന്ന ഒരു ലോകം, സാമ്പത്തികത്തെ കണക്കാക്കുന്ന ഒരു ലോകം, ദാമ്പത്യത്തെ കണക്കാക്കുന്ന ഒരു ലോകം, ജീവിതത്തിന്റെ അടിമുതൽ മുടിവരെയുള്ള ജീവിതത്തെ സമഗ്രമായി കണക്കുകൂട്ടി ബോധ്യപ്പെടുത്തുന്ന ഒരു ലോകം. പ്രവാചകൻ പറഞ്ഞു അങ്ങനെ ഒരു ലോകം വരാനുണ്ട്. അതുകൊണ്ട് ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരെ പോലെ, ഒരു അപരിചിതർ പോലെ വരാനിരിക്കുന്ന ഒരു ലോകം, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം, ആ ജീവിതത്തിലേക്കുള്ള കൃഷിയിടമാണ് ഈ ദുനിയാവ്. അതുകൊണ്ട് തന്നെ ജീവിതത്തെ പോസിറ്റീവായിട്ട് നിങ്ങൾ കാണണം. ജീവിതത്തിന്റെ ഏതേത് ദുരന്തങ്ങളെയും പോസിറ്റീവായിട്ട് കാണാൻ നിങ്ങൾക്ക് കഴിയണം. അനുജന്റെ മരണം, ജ്യേഷ്ഠന്റെ മരണം, ഉപ്പാന്റെ മരണം, ഉമ്മാന്റെ മരണം, മക്കളുടെ മരണം എല്ലാം പോസിറ്റീവായി കാണാൻ കഴിയണം. ഒരു മകൾ വളർന്നു, ഒരു മകൻ വളർന്നു, അവൾ ഒരാളുടെ കൂടെ ഓടിപ്പോയി, അല്ലെങ്കിൽ ഏറ്റവും വലിയ തെമ്മാടിയായി വളർന്ന് ആളുകൾക്ക് ദുരന്തം വിധിക്കുന്ന ഒരു സാഹചര്യം, അതിനെപ്പറ്റി അറിയാവുന്ന സിട്ടാവ് കുഞ്ഞുനാളിലെ ഒരു കുഞ്ഞിനെ തിരിച്ചു വിളിച്ചാൽ സങ്കടപ്പെടേണ്ടതില്ല. അള്ളാഹുവിന്റെ വിധി, ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അള്ളാഹുവിലേക്കുള്ളവരാണ്, ഞങ്ങളുടെ ബാധ്യത ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്, ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്, മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്, നല്ല സംസ്കാരം നൽകിയിട്ടുണ്ട്, ഞങ്ങൾ നല്ല മാതൃക കാണിച്ചിട്ടുണ്ട്, ഞങ്ങൾ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും ഇസ്ലാം ആചരിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്റെ മകൻ ഇങ്ങനെയായി പോയാൽ അതൊരു പരീക്ഷണമാണ്. നൂഹ് അലൈഹിസ്സലാം, ലൂത്ത് അലൈഹിസ്സലാം, പ്രവാചകന്മാരുടെ ചരിത്രം, ഖലീലുള്ളാഹ്, അവരൊക്കെ അനുഭവിച്ച ദുഃഖങ്ങൾ, അവരൊക്കെ അനുഭവിച്ച ത്യാഗങ്ങൾ, പക്ഷെ അവരാരും ആത്മഹത്യ ചെയ്തില്ല. 980 വർഷം ഭാര്യയുടെ കൂടെ, അറിയാലോ, ഇസ്ലാമിക ജീവിതം നയിച്ച മഹാനായ നൂഹ് അലൈഹിസ്സലാം, തന്റെ ഭാര്യ തനിക്കെതിരെ പ്രവർത്തിക്കുന്നവൾ, തന്റെ ഭാര്യ ഭ്രാന്താണ് തന്റെ ഭർത്താവിനെ എന്ന് അങ്ങാടിയിൽ ഇറങ്ങി പ്രചരിപ്പിച്ചവർ. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഭാര്യയുടെ വീട്ടിൽ വന്ന് അവിടെ മലന്ന് കിടക്കുന്നേ, ആകാശത്തേക്ക് നോക്കി പടച്ചോലിനെ തവക്കുൽ ചെയ്ത് ഉണ്ടായ ഒരു മകൻ കാഫറുമായി എന്ത് ചെയ്യും? അങ്ങനെ വരാം, അങ്ങനെ സംഭവിക്കാം. അതാണ് ജീവിതം. ആ ജീവിതത്തെ അള്ളാഹുവിനെ സമർപ്പിക്കപ്പെടുന്ന ജീവിതമാകണം. എന്തിനാ നിങ്ങൾക്ക് മരണം? എന്തിനാ നിങ്ങൾക്ക് ജീവിതം? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. ഖുർആനിലെ 60-ാം അധ്യായം സൂറത്തുൽ മുൽക്ക് 2-ാമത്തെ വചനമാണ്. മരണവും ജീവിതവും നിശ്ചയിച്ചത് എന്തിനാ? മരണവും ജീവിതവും നിശ്ചയിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കാനാണ്. ഭർത്താവിനെ നന്നായി നോക്കി, ഭാര്യയെ നന്നായി സംരക്ഷിച്ചു, ഭാര്യ ചതിച്ചു, ഭർത്താവ് ചതിച്ചു, മക്കൾ ചതിച്ചു, എന്നാലും മരിക്കേ ഇല്ല. എനിക്കൊരു ജീവിതമുണ്ട്, എന്നെ കാണുന്ന എന്റെ റബ്ബുണ്ട്, ആ റബ്ബിന് വേണ്ടിയാണ് എന്റെ ജീവിതം, എന്റെ പരലോകം. അവിടെ ഒരു വിചാരണയുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ ദല്ല ഇദാ ഇഹ്തദൈതും. അല്ലാഹു പറയാ, സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ കാക്കണം. ലോകത്തെ ആര് തന്നെ വഴിവെച്ചാലും നിങ്ങൾ വഴിവെക്കാതിരിക്കണം, നിങ്ങൾ നേർരേഖയിൽ സഞ്ചരിക്കണം എന്ന് അല്ലാഹു 5-ാം അധ്യായം സൂറത്ത് മാഇദ 105-ാമത്തെ വചനത്തിൽ പറയും. ഇങ്ങനെ ജീവിതത്തെ പോസിറ്റീവായി കാണാൻ. മരണവും ജീവിതവും എന്തിനാ? നിങ്ങളിൽ ആരാ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന നോക്കാനാ, നല്ല സുഹൃത്തുക്കൾ ചെയ്യാൻ. അല്ലേ? ഇന്നത്തെ കാലം നമുക്കതൊക്കെ അന്യമാണ്. അല്ലേ? നല്ലൊരു ഭർത്താവാകാം, വല്ലാത്തൊരവസ്ഥയാണ് ഇന്നത്തെ കാലത്ത്. നല്ലൊരു ഭാര്യയാകാം, അതും വല്ലാത്തൊരവസ്ഥയാണ്. അല്ലേ? അതുപോലെ നല്ല മക്കളാവുക, നല്ലൊരു കുടുംബനാഥനാവുക, നല്ലൊരു പിതാവാകുക, ഒക്കെ വലിയ കാര്യമാണ്.
അല്ലേ? നോക്ക്, മദർ തെരേസ ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന് അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ആളാണ് മദർ തെരേസ. പക്ഷേ മദർ തെരേസ ഒരു നല്ല ഭാര്യയായിരുന്നു? ഇല്ല, ആയിരുന്നില്ല. ഇല്ല. അങ്ങനെ മദർ തെരേസയെ ആർക്കെങ്കിലും മാതൃക ഉണ്ടോ? നല്ലൊരു ഭാര്യയായിട്ട് മദർ തെരേസ ജീവിച്ചോ? ഇല്ല, ഇല്ല. നല്ലൊരു ഭാര്യയാകാൻ കഴിഞ്ഞോ? ഇല്ല. നല്ലൊരു മരുമകളാകാൻ കഴിഞ്ഞോ? ഇല്ല. നല്ലൊരു അമ്മായിയാകാൻ കഴിഞ്ഞോ? ഇല്ല. നല്ലൊരു അമ്മയാകാൻ കഴിഞ്ഞോ? ഇല്ല. ഇസ്ലാം ആവശ്യപ്പെടുന്നത് എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാനിപ്പോ ഇങ്ങനെ എനിക്ക് ഭാര്യയും മക്കളും ഇല്ലായിരുന്നുണ്ടല്ലോ, ഫുൾ ടൈം റൂട്ടിലാകിയിരുന്നു ഞാൻ, എല്ലാവരോടും ദീനും പറഞ്ഞു. ജീവകാരുണ്യം എന്നൊക്കെ പറഞ്ഞ ഒറ്റാന്തടി, ഭാര്യയല്ല, മക്കളില്ല, കുടുംബമല്ല, ഓർമ്മ നോക്കണ്ട, ഒറ്റക്കാട്ടിറങ്ങുക. ആർക്കാ കഴിയാത്തത്? ഇസ്ലാം ആവശ്യപ്പെടുന്നതല്ല. ഇസ്ലാം ഒരു ഭാര്യയാകാൻ ക്ഷണിച്ചു, ഉമ്മയാകാൻ ക്ഷണിച്ചു, അല്ലെ മരുമകളാകാൻ ക്ഷണിച്ചു, അമ്മായിയാകാൻ ക്ഷണിച്ചു, അതോടൊപ്പം നല്ലൊരു നാത്തൂനാകാൻ ക്ഷണിച്ചു, അതോടൊപ്പം സൈനബിനെ പോലെ നല്ല ധർമ്മിഷ്ഠയാകാൻ പഠിപ്പിച്ചു. അല്ലേ? അതെ, അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം. ഏതെങ്കിലും ഒന്നിനെ ആർക്കും ആവാം. ഇസ്ലാം പറഞ്ഞു 50 എണ്ണുണ്ടോ 50 ആവണം, 100 ഉണ്ടോ 100 ആവണം, എല്ലാം ആകണം. നിങ്ങൾ എല്ലാം ആകണം. നിങ്ങൾ എവിടെയും തോൽക്കുന്നവരാകരുത്. നിങ്ങളുടെ ജീവിതം ലോകത്തിന് മാതൃകയാകണം. അല്ലേ? അങ്ങനെ ഇസ്ലാം. അതുകൊണ്ടാണ് 60-ാം അധ്യായത്തിലെ 2-ാമത്തെ വചനത്തിൽ എന്ത് പറഞ്ഞത്? الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. നിങ്ങൾക്ക് ജീവിതവും മരണവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാനാണ്. എന്റെ യൗവനവും എന്റെ വാർദ്ധക്യവും എന്റെ ജീവിതവും എന്റെ സമ്പത്തും ഞാൻ അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്ന് ആർക്കും മാതൃകയാകുന്ന ഒരു നല്ല അയൽവാസിയാകാൻ, ഒരു നല്ല മകനാകാൻ, ഒരു നല്ല പിതാവാകാൻ, സ്നേഹനിധിയായ ഭർത്താവാകാൻ, ആശ്വാസത്തിന്റെ ഭൂചണ്ഡകളുമായി ഭാര്യയെ സമാശ്വസിപ്പിക്കുന്ന ഒരു നല്ല ഭർത്താവാകാൻ, ഒരു നല്ല പിതാവാകാൻ, ഒരു നല്ല അയൽവാസിയാകാൻ, ഒരു നല്ല കച്ചവടക്കാരനാകാൻ, ഒരു നല്ല ജീവകാരുണ്യ പ്രവർത്തകനാകാൻ, ഒരു നല്ല ധർമ്മിഷ്ഠനാകാൻ, ജീവിതത്തിന്റെ നികല മണ്ഡലങ്ങളിലും മഹാത്യാഗികളായി തീരാൻ പ്രവാചകൻ അതാണ്. അടുക്കളയിലെ ഭാര്യക്ക് മാവ് കുഴച്ചു കൊടുക്കുന്നു പ്രവാചകൻ. അതേ പ്രവാചകൻ സൈന്യങ്ങളെ നയിക്കുന്നു. അതേ പ്രവാചകൻ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നു. അതേ പ്രവാചകൻ ഫുട്പാത്തിൽ കച്ചവടം നടത്തുന്നു. അതേ പ്രവാചകൻ കച്ചവട സംഘത്തെ അയക്കുന്നു. അതേ പ്രവാചകൻ സൈന്യത്തിന്റെ കമാൻഡർ ആകുന്നു. അതേ പ്രവാചകൻ ഒരു നല്ല ഗിരിപ്രഭാഷകനാകുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് പ്രവാചകനെ പോലെ മാതൃക കാണിച്ച ഒരാള് ഈ ഭൂമുഖത്തില്ല. പ്രവാചകനെല്ലാം മനുഷ്യർക്ക് കാണിച്ചു തന്നു. 9 ഭാര്യമാരുടെ കൂടെ ജീവിച്ചിട്ട് ഭർത്താവിനെ കുറിച്ചൊരു ന്യൂനത 9 ഭാര്യമാരും പറഞ്ഞില്ല. നോക്ക്, ഒരിക്കൽ റസൂലുള്ള 9 ഭാര്യമാരെയും ചാരത്ത് വിളിച്ചിട്ട് ചോദിച്ചു, എന്റെ കൂടെയുള്ള ജീവിതം നിങ്ങൾക്ക് കഷ്ടമാണോ നഷ്ടമാണോ? ഞാനൊരു ദുഷ്ടനാണോ? എന്നേക്കാൾ കൂടുതൽ അവകാശം മറ്റൊരാൾ തരാൻ നിങ്ങൾക്കുണ്ടോ? ഈ ദുനിയാവിൽ എന്റെ കൂടെയുള്ള ജീവിതത്തെക്കാൾ വലുത് മറ്റൊരു ജീവിതം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാൻ എന്റെ സ്വത്ത് തരാം, നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം, എന്റെ കൂടെയുള്ള ജീവിതവും തിരഞ്ഞെടുക്കാം. ഏതു വേണം? ഏതും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസ്ഥ നിങ്ങൾക്ക് തരാം. 9 ഭാര്യമാർ. പ്രവാചകൻ ഒരു ദുഷ്ടനായിരുന്നെങ്കിൽ, ഒരു കാമവറിയനായിരുന്നെങ്കിൽ, ഒരു സ്ത്രീലംബടനായിരുന്നെങ്കിൽ ഈ കിട്ടിയ ചാൻസ് ഉപയോഗിച്ച് ഞങ്ങളും പോവുകയാണ്, ലാൽ സലാം റസൂലേ എന്നവർ പറയുമായിരുന്നു. 9 ഭാര്യമാരും പറഞ്ഞു, ഞങ്ങൾക്ക് സമ്പത്ത് വേണ്ട, അങ്ങയുടെ തലോടലിനേക്കാൾ, അങ്ങയുടെ സ്നേഹത്തെക്കാൾ, അങ്ങയുടെ മഹത്തായ സ്വഭാവത്തെക്കാൾ എന്തുണ്ട് പ്രവാചക? ഞങ്ങൾക്ക് സമ്പത്ത്, ഞങ്ങൾക്ക് അങ്ങ് മതി. അങ്ങയെ പോലെ യോഗ്യനായ ഒരു ഭർത്താവ് ഇനി ആർക്ക് കിട്ടാനാണ് നബിയേ? ഞങ്ങൾക്കത് മതി എന്ന് ഭാര്യമാർക്ക് പറയാൻ. അതാണ് ഒരു പ്രവാചകന്റെ ജീവിതം. സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണം അതാണ് റസൂലേ എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂല് മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് കയറി വരികയാണ്. ആ ഭാര്യ കൊടുത്ത കുറച്ച് ഭക്ഷണ പദാർത്ഥമുണ്ട്.
അത് കയ്യിൽ പിടിച്ച് റസൂല് വീട്ടിലേക്ക് വന്നു കയറുകയാണ്. ആയിഷ ബീവി മുറ്റത്ത് നിൽക്കുന്നുണ്ട്. വീടിന്റെ ഉമ്മറപ്പടിയിൽ ആയിഷ ബീവി നിൽക്കുന്നുണ്ട്. സലാം പറഞ്ഞു ചിരിച്ചുകൊണ്ട്. ജീവിതത്തിൽ ഒരിക്കലും മുഖം കറുപ്പിക്കാത്ത അള്ളാന്റെ റസൂല് അസ്സലാമു അലൈക്കും യാ ആയിഷ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് ആയിഷ ബീവിയുടെ സന്നിധാനത്തിലേക്ക് ചെന്നു. സലാം മടക്കിയെങ്കിലും ആയിഷ ബീവി പ്രവാചകന്റെ കയ്യിലുള്ള പാത്രത്തിന് ഒരൊറ്റ തട്ട് വെച്ചു കൊടുത്തു. കുശുംബിത്തരം കൊണ്ട് മറ്റൊരു ഭാര്യയെ സമീപിച്ചിട്ടാണല്ലോ വരുന്നത്. മറ്റൊരു ഭാര്യ കൊടുത്ത ഭക്ഷണമാണല്ലോ. സ്ത്രീകൾക്കിടയിലുള്ള കുശുമ്പും കിടുമ്പും ഈ സ്വഭാവം സ്ത്രീകളുടെ അസ്തിത്വത്തിലെ ഊട്ടപ്പെട്ടതാണല്ലോ.